2020 കിറ്റെക്സിന്റെ സാബു എം ജേക്കബ് 2020 30 ലക്ഷം രൂപ CPIന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 2022-23 കാലഘട്ടത്തിൽ ഉമാ തോമസും ലിസിയിലെ ഡോക്ടർ ജോസും കൂടി ഇലക്ഷൻ എടുക്കുമ്പോൾ, അതായത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കൂടി വളരെ ശക്തമായ ഒരു മത്സരം നടക്കുന്ന സമയത്ത് 30 ലക്ഷം രൂപ കിറ്റെക്സ് സാബു രാഷ്ട്രീയ ഡൊണേഷനായി കൊടുത്തിട്ടുണ്ട്. അത് ചെക്ക് മുഖേനയാണ് കൊടുത്തേക്കണത്, അല്ലാണ്ട് കള്ളപ്പണം പൊതിഞ്ഞല്ല കൊടുത്തേക്കണത്. നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിലെ കിറ്റെക്സ് കമ്പനിയും ഇടതു സർക്കാരും തമ്മിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന യുദ്ധങ്ങൾ നമുക്കറിയാവുന്നതാണ്. ബദ്ധവൈരികളെപ്പോലെ പരസ്പരം ചെളിവാരി എറിഞ്ഞ് പരസ്പരം ആരോപണം ഉന്നയിച്ച് പരസ്പരം പോരടിക്കുകയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഇടതു സർക്കാരും, പ്രത്യേകിച്ച് CPM-ഉം കിറ്റെക്സും. ഇടതു സർക്കാർ കേരളത്തിൽ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് കേരളത്തിൽ നിന്നും ബിസിനസ് സാമ്രാജ്യം തെലങ്കാനയിലേക്ക് പറിച്ചു നട്ടയാളാണ് കിറ്റെക്സ് സാബു. അതുമാത്രവുമല്ല, കേരളത്തിലെ ഇടതു സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരെ മൈക്കുകെട്ടി തെരുവിൽ പലതും വിളിച്ചു പറയുക കൂടി ചെയ്തു സാബുവിനെതിരെ പ്രതികാര നടപടിയുടെ ഭാഗമായി 2 കേസുകൾ കുന്നത്തുനാട് MLA-യുടെ പരാതിയിൽ ഇടതു സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസ് എടുക്കുകയും ചെയ്തു. ഇങ്ങനെ ജനങ്ങളുടെ മുന്നിൽ വലിയ ശത്രുതയിലാണ് കേരളത്തിലെ കിറ്റെക്സ് ഗ്രൂപ്പും കേരളത്തിലെ ഇടതു സർക്കാരും. എന്നാൽ കഴിഞ്ഞ ദിവസം ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം പുറത്തു വന്നു. ആ വിവരം മറ്റൊന്നുമല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് CPM-ന് നൽകിയത് കിറ്റെക്സ് ഗ്രൂപ്പാണ്. പാർട്ടി ഫണ്ടായി ലഭിച്ച തുക, ഇന്ത്യയിൽ തന്നെ 2ാമത്തെ തുക ലഭിച്ചത് കിറ്റെക്സിൽ നിന്നാണ്, ചെക്ക് മുഖാന്തരം. ആ ചെക്ക് മുഖാന്തരമാണ് 30 ലക്ഷം രൂപ കിറ്റെക്സ് CPM-ന് നൽകിയത്. കിറ്റെക്സ് ആ 30 ലക്ഷം രൂപ CPM-ന് നൽകിയ സമയം കൂടി പ്രേക്ഷകർ ഓർക്കേണ്ടതുണ്ട്. ആ സമയമെന്നത് തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് 30 ലക്ഷം രൂപ കിറ്റെക്സ് ഗ്രൂപ്പ് CPM-ന് നൽകി. ഇത് സമ്മതിക്കുന്നത് 2020 എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കിറ്റെക്സ് സാബു ചെയർമാനായ 2020 എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവായ ബെന്നിയാണ്. ഈ 30 ലക്ഷം രൂപ ഞങ്ങൾ ചെക്കായി തന്നെയാണ് കിറ്റെക്സ് സാബു CPM-ന് നൽകിയത്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഫണ്ട് നൽകിയിട്ടുണ്ട്, ഫണ്ട് നൽകുന്നുണ്ട്. ആര് ചോദിച്ചാലും ഫണ്ട് നൽകും. അതിൻ്റെ ഭാഗമായി ഫണ്ട് നൽകിയതാണ്. എന്നാൽ ഇതിന് പിന്നിൽ മറ്റു ചില കളികൾ കൂടിയുണ്ടെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കണം. അതായത് തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നത് ഏത് സാഹചര്യത്തിലാണ്? തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നത് അവിടുത്തെ MLA ആയിരുന്ന PT തോമസിൻ്റെ നിര്യാണത്തെ തുടർന്നാണ്. PT തോമസ് എല്ലാ കാലത്തും ജനപക്ഷ നിരയിൽ നിന്നിട്ടുള്ളൊരു നേതാവാണ്. ഇടതുപക്ഷത്തിന് പോലും രാഷ്ട്രീയപരമായ വിരോധമുള്ളപ്പോൾ പോലും ഇടതുപക്ഷത്തിന് പോലും അംഗീകരിക്കേണ്ടി വന്ന നിലപാടുകൾ, മലയോര മേഖലയിലെ ജനങ്ങളുടെ ജീവനായി വലിയ പോരാട്ടം നടത്തിയാൽ, പ്രകൃതി സംരക്ഷണത്തിനായി ജീവിതത്തിലുടനീളം പോരാടിയ ഒരു യഥാർത്ഥ മനുഷ്യൻ, പച്ചയായ മനുഷ്യൻ, രാഷ്ട്രീയക്കാരൻ്റെ കാപട്യമില്ലാത്തൊരു നേതാവ് കേരളത്തിൽ ചൂണ്ടിക്കാട്ടാനുണ്ടായിരുന്നുവെങ്കിൽ അതിൽ ഏറ്റവും മുന്നിൽ ചൂണ്ടിക്കാട്ടേണ്ടയാൾ PT തോമസ് തന്നെയായിരുന്നു. യാതൊരു തർക്കവുമില്ല. ഈ സാഹചര്യത്തിലാണ് PT തോമസ് കിറ്റെക്സ് എന്ന വ്യവസായ ഗ്രൂപ്പുമായി പരസ്യമായ ഏറ്റുമുട്ടലിന് ഇറങ്ങുന്നത്. രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഡൈയിങ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത് കിഴക്കമ്പലത്താണ്. ഈ കിഴക്കമ്പലം എന്ന പ്രദേശത്ത്, കൊച്ചി പ്രദേശത്ത് കിറ്റെക്സ് ഗ്രൂപ്പിൻ്റെ വലിയ പ്ലാന്റുകളുണ്ട്, വലിയ ഫാക്ടറികളുണ്ട്. ഈ വലിയ ഫാക്ടറികളിൽ നിന്നുള്ള മാലിന്യങ്ങൾ, ഫാക്ടറിയുടെ വലിപ്പം കൂടുന്തോറും മാലിന്യവും വർദ്ധിക്കും. ആ ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യങ്ങൾ പുഴകളിലേക്ക് ഒഴുക്കിവിടുന്നു എന്നുള്ളത് കണ്ടെത്തിയത് പ്രധാനമായും PT തോമസ് ആണ്. കണ്ടെത്തിയെന്ന് മാത്രമല്ല, അതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുകയും ചെയ്തു. അങ്ങനെ കിറ്റെക്സ് എന്ന ഗ്രൂപ്പിൻ്റെ കണ്ണിലെ കരടായി PT തോമസ് മാറി. PT തോമസും കിറ്റെക്സ് ഗ്രൂപ്പും തമ്മിലുള്ള പോരുകൾ 1-2 വിഷയത്തിൽ മാത്രമായിരുന്നില്ല. PT തോമസിനെ പരാജയപ്പെടുത്താൻ പരസ്യമായ ആഹ്വാനം നടത്തുകയും സാമ്പത്തികമായ കളികൾ കളിക്കുകയും ചെയ്തു കിറ്റെക്സ് ഗ്രൂപ്പ് എന്നുള്ള വിവരങ്ങൾ അന്ന് പുറത്തു വന്നതാണ്. ഇത് പിന്നീട് PT തോമസ് തന്നെ പരസ്യമായി പറഞ്ഞിട്ടുള്ളതുമാണ്. പരാജയ ഭീതിയിൽ തൻ്റെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ആളല്ല PT തോമസ് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാവുന്നവർക്കറിയാം. അങ്ങനെ എന്നും
കിറ്റെക്സ് ഗ്രൂപ്പിന്റെ കൊള്ളരുതായ്മകൾക്കെതിരെ ശബ്ദിച്ച PT തോമസ് മരണപ്പെട്ട ശേഷം നടന്ന തിരഞ്ഞെടുപ്പാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ്. ആ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ജീവിച്ചിരുന്ന PTയെ വെറുത്ത കിറ്റെക്സ് ഗ്രൂപ്പ് മരണശേഷവും PTയെ വിടാതെ പിന്തുടർന്നു. PT തോമസിന്റെ ഭാര്യ ഉമാ തോമസ് തൃക്കാക്കരയിൽ ജയിക്കരുതെന്ന് കണക്കാക്കി തന്നെയാണ് 30 ലക്ഷം രൂപ CPM-ന് സംഭാവനയായി കിറ്റെക്സ് ഗ്രൂപ്പ് നൽകിയത്. ജീവിച്ചിരുന്ന PT തോമസിനെ പോലെ മരണശേഷവും PT തോമസിനെ കിറ്റെക്സ് ഗ്രൂപ്പ് വേട്ടയാടി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്. ബെന്നി 2020-യുടെ വക്താവായ ബെന്നി തന്നെ പച്ചയ്ക്ക് തുറന്നു പറയുകയാണ്, ഞങ്ങൾ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷവും വലതുപക്ഷവും നേരിട്ട് ശക്തമായി പോരാടിയ തെരഞ്ഞെടുപ്പിലാണ് 30 ലക്ഷം രൂപ ഇടതുപക്ഷത്തിന് CPM-ന് ഇലക്ഷൻ ഫണ്ടായി നൽകിയത്. ആ ഇലക്ഷൻ ഫണ്ടായി ആ പണം നൽകിയത് യഥാർത്ഥത്തിൽ PT തോമസിന്റെ ഭാര്യയായ ഉമാ തോമസിനെ തോൽപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ഉമാ തോമസ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കരുത്, അതിനുവേണ്ടി പണമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആവശ്യമുള്ള പണം ഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ചെക്കായി നൽകിയത് കിറ്റെക്സ് ഗ്രൂപ്പിന്റെ MD സാബു ജേക്കബാണ്. അപ്പോൾ കാര്യങ്ങളെല്ലാം ഏറെക്കുറെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പുറമേക്ക് തമ്മിൽ വലിയ ശത്രുത നടിക്കുന്ന രണ്ട് ആളുകളാണ് CPM-ഉം കിറ്റെക്സ് ഗ്രൂപ്പും. ആ കിറ്റെക്സ് ഗ്രൂപ്പിന്റെ സാബു ജേക്കബ് ചെയർമാനായുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് 2020. 2020 രാഷ്ട്രീയ പാർട്ടിയായി മാറുകയും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ പോരാട്ടം നടത്തുമെന്ന് വീമ്പടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇവിടെ രാഷ്ട്രീയ നേട്ടത്തിനായി പരസ്പരം ശത്രുക്കളെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് CPM-ഉം കിറ്റെക്സും തമ്മിൽ നല്ല അന്തർധാര സജീവമാക്കുകയാണ്. ഈ 30 ലക്ഷത്തിന്റെ കണക്ക് മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ CPM-നെ എത്ര രൂപ നൽകി കിറ്റെക്സ് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. ഇത് കേവലം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട ഒരു രേഖ മാത്രമാണ്. അതിൽ 30 ലക്ഷം രൂപയുടെ ഫണ്ട് CPM-ന് കിറ്റെക്സ് ഗ്രൂപ്പ് നൽകിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഹാലിളകി കിറ്റെക്സ് ഗ്രൂപ്പിന്റെ നേതാക്കന്മാർ, കിറ്റെക്സ് ഗ്രൂപ്പിന്റെ മുതലാളിമാർ. ഇനിയും എത്രയോ തെളിവുകൾ പുറത്തു വരാനിരിക്കുന്നു. ജനങ്ങളെ കഴിഞ്ഞ കാലങ്ങളിൽ പറ്റിക്കുകയായിരുന്നു, ജനങ്ങൾക്ക് മുന്നിൽ നാടകം കളിക്കുകയായിരുന്നു കേരളത്തിലെ CPM-ന്റെ നേതാക്കളും കിറ്റെക്സ് ഗ്രൂപ്പും എന്നുള്ള കാര്യം ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. എല്ലാ കാര്യവും പച്ചയ്ക്ക് പറയുന്ന 2020-യുടെ വക്താവ് തന്നെ പറയുകയാണ്, ഞങ്ങൾ 30 ലക്ഷം രൂപ കൊടുത്തു, അത് ഉമാ തോമസ് മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ തന്നെയാണ് കൊടുത്തത് CPM-ന് ഇലക്ഷൻ ഫണ്ടായിട്ട് തന്നെയാണ് കൊടുത്തത് എന്ന് സമ്മതിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇലക്ഷൻ ഫണ്ടായിട്ട് ആ തുക കൊടുത്തുവെങ്കിൽ, CPM-ന് മാത്രം കൊടുത്തുവെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥി വിജയിക്കണമെന്ന് കിറ്റെക്സ് ഗ്രൂപ്പ് ആഗ്രഹിച്ചിരുന്നു. അതിനർത്ഥം ആ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായ ഉമാ തോമസ് തോൽക്കണമെന്ന് കിറ്റെക്സ് ഗ്രൂപ്പ് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ വ്യക്തിപരമായ വിരോധമുള്ള, കച്ചവട താല്പര്യം മാത്രമുള്ള ഒരു സംവിധാനമാണിതെന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെട്ടിരിക്കുകയാണ്. കേവലം ജനോപകാരപ്രദമെന്ന് പറയുന്ന കാര്യങ്ങൾ, അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പിന്നിലെല്ലാം തന്നെ കച്ചവട താല്പര്യങ്ങളുണ്ട് എന്നുള്ളത് ഇതിലൂടെ തന്നെ വ്യക്തമായിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ പുറത്തു വരും. കള്ളം പൊളിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ നാടകം കളിച്ച കിറ്റെക്സ് ഗ്രൂപ്പിന്റെ കള്ളം പൊളിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ വ്യവസായം നടത്താനാകുന്നില്ലേ, കേരളത്തിൽ വ്യവസായത്തിനെ നശിപ്പിക്കുന്നേ എന്ന് നിലവിളിച്ചുകൊണ്ട് തെലങ്കാനയിലേക്ക് പോയ കിറ്റെക്സ് ഗ്രൂപ്പിന്റെ തനി നിറം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പിണറായി വിജയനുമായി നല്ല അന്തർധാര സജീവമാക്കിയിട്ടാണ് കിറ്റെക്സ് ഗ്രൂപ്പ് വ്യവസായം തുടങ്ങാൻ തെലങ്കാനയിലേക്ക് പോയത്. അതിനുശേഷവും അതിനു മുൻപും സാമ്പത്തികമായ ഫണ്ടിങ് കൃത്യമായി CPM-ന് നൽകുന്നുണ്ട്, അതിലൊന്നും ഒരു കുറവുമില്ല. എന്നാലും ജനങ്ങളുടെ ഇടയിൽ ഇവരെല്ലാം ശത്രുക്കളാണ്. CPM കിറ്റെക്സിനെ കുറ്റം പറയും, കിറ്റെക്സ് CPM-നെ കുറ്റം പറയും.